Okay, so നമ്മൾ ഇന്ന് സാംസങ് ഗാലക്സി S21 FE 5G എന്ന ഈ ഫോണിൻ്റെ റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ റിവ്യൂവിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഞാൻ നോർമലി ചെയ്യാറുള്ള റിവ്യൂസ് ഉണ്ടല്ലോ, അതുപോലത്തെ റിവ്യൂ അല്ല. ഇന്നത്തെ റിവ്യൂ ഒരു Q&A ടൈപ്പ് റിവ്യൂ ആണ്. എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ, ചോദ്യം ഉത്തരങ്ങൾ. കാരണം ഈ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസുകൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വർത്താണോ, ഇതിൻ്റെ EXYNOS 2100 ഒരു പ്രശ്നമാവുമോ, അത് ഇതാണോ വാങ്ങേണ്ടത്, OnePlus 9 RT ആണോ ബെറ്റർ ചോയ്സ്. സോ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലൂടെ ഞാൻ എൻ്റെ റിവ്യൂ പ്രസൻറ്റ് ചെയ്യാം. അതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ Q&A റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുള്ളൂ. റിവ്യൂ മാത്രം കണ്ടിട്ട് കാര്യമില്ല, അൺബോക്സിംഗ് വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല, രണ്ടും കാണണം. എന്നാലേ ഒരു ഫുൾ പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, സോ തീർച്ചയായിട്ടും ആ ഒരു അൺബോക്സിംഗ് വീഡിയോ കാണുക. സോ നിങ്ങളുടെ മനസ്സിലുള്ള ഫസ്റ്റ് ചോദ്യമാണ്, ഈ ഒരു ഫോൺ ഓവർ പ്രൈസ്ഡ് ആണോ? അങ്ങനെ ചോദിച്ചാൽ സാംസങ്ങിൻ്റെ മിക്ക എല്ലാ ഫോൺസും ഇറങ്ങുമ്പോൾ ഓവർ പ്രൈസ്ഡ് ആണ്. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. അതായത് ഏത് ഫോൺ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ, അത് ഫോൺ ഇറങ്ങും, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തൊട്ട് അതിന് മേലുള്ള ഓഫറുകൾ വരാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഈ ഫോൺ ഇത് ഇറങ്ങിയപ്പോൾ 54,999 55,000 രൂപയായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ലോഞ്ച് ഡേ തൊട്ട് ഇതിൻ്റെ പ്രൈസ് ആയിരുന്നു 49,999. അതായത് HDFCൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ HDFC ഓഫർ പോലും വേണ്ട. ആമസോണിൽ എടുത്ത് നോക്കിയാൽ 49,999 ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. സോ സാംസങ്ങിൻ്റെ സ്ട്രാറ്റജി അതാണ്. നമ്മുടെ ജോലിയാണ് ഈ ഫോൺ വർത്തായ പ്രൈസിൽ വാങ്ങുക എന്ന്. ഇനി നമ്മുടെ സാംസങ് S22 സീരീസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് ഇനിയും കുറയും. ഒരു 45-46 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഓഫർ സീസണിൽ എന്തായാലും കിട്ടുന്നുണ്ടെങ്കിൽ കിഡിലൻ ഫോണാണ്. നെക്സ്റ്റ് ചോദ്യമാണ്, EXYNOS 2100 ചിപ്സെറ്റ് ഉള്ള ഒരു ഫോൺ മേടിച്ചാൽ പണി കിട്ടുമോ? ആ ഒരു ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. അതായത് 55,000 EXYNOS 2100 വർത്താണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതാണ് എൻ്റെ ഒരു പ്രൈസ് പോയിന്റ്. അതെന്തായാലും ഞാൻ ഷെയർ ചെയ്തു. 2100 ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഞാനൊരു ഇഷ്യൂവും ഫേസ് ചെയ്തില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അതായത് 50,000 റുപ്പീസ് ആണെങ്കിലും 46,000 റുപ്പീസ് ആണെങ്കിലും ആ പ്രയോറിറ്റി ഗെയിമിംഗ് ആണെങ്കിൽ, അതായത് എക്സ്ട്രീം ഗെയിമിംഗ്, PUBG പോലത്തെ ഗെയിംസ് ഒക്കെ ആണെങ്കിൽ, ഗെയിമിങ്ങിന് വേണ്ടി ഗെയിമിംഗ് നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിൽ മാത്രം ഓക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പെർഫോമൻസിന് എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. നോർമൽ ഡേ ടു ഡേ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ One UI 4.0 ഒക്കെ ആണെങ്കിലും, ഇതിൽ One UI 4.0 വരുന്നുണ്ട് കേട്ടോ. ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ഉണ്ട്. One UI 4.0 കുറേ ഇൻട്രസ്റ്റിംഗ് അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അതിനെക്കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിങ്ക് ഇട്ട് തരാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. എനിവേ One UI ആണെങ്കിലും നോർമൽ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വാം ആവുന്നുണ്ട്, ഹീറ്റ് അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുന്നില്ല, ചെറിയ രീതിയിൽ വാം ആവുന്നുണ്ട്. ഈ ഒരു ചിപ്സെറ്റ് വന്ന സമയത്ത് S21 സീരീസിൽ വന്ന സമയത്ത് അതിൽ ഹീറ്റിംഗ് ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് അവരിതിൻ്റെ ആ ഒരു മാക്സിമം പെർഫോമൻസ് ചിലപ്പോൾ ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ അത്ര ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. സ്നാപ്ഡ്രാഗൺ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പ്രിഫേർഡ്. അതിലൊരു സംശയവും വേണ്ട, എൻ്റെ പ്രിഫറൻസും അത് തന്നെയാണ്. ഇനി ഈ ഫോണിൻ്റെ സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് ഈ വർഷം സാംസങ് ഇറക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാംസങ് ഒന്നും പറഞ്ഞിട്ടില്ല. നോട്ട് ഷുവർ, നോട്ട് കൺഫേംഡ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ EXYNOS 2100 ഉള്ളതുകൊണ്ട് എനിക്കിത് മോശമായ ഫോണാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനെ മോശമായ എക്സ്പീരിയൻസ് അല്ല കിട്ടിയത്. ഇതിലങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല, ഗെയിം കളിക്കാൻ പറ്റും. ഞാൻ കളിച്ച് നോക്കിയിരുന്നു, എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ഫേസ് ചെയ്തില്ല. 50-60 FPS കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടിയാണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ബാക്കി എല്ലാത്തിനും ദിസ് പ്രൊസസർ ഇസ് മോർ ദൻ ഇനഫ്. സാംസങ്ങിൻ്റെ വരാനിരിക്കുന്ന S22 സീരീസ് ഉണ്ടല്ലോ, അതിലും സ്നാപ്ഡ്രാഗൺ ആണോ EXYNOS ആണോ എന്നറിയില്ല. ഒരു ഷ്യൂറിറ്റി ഇല്ല. കാരണം ഫസ്റ്റ് ഒരു ന്യൂസ് വരും സ്നാപ്ഡ്രാഗൺ ആയിരിക്കും, എന്നിട്ടൊരു ന്യൂസ് വരും EXYNOS ആയിരിക്കും, പിന്നെ EXYNOS അവർ ക്യാൻസൽ ചെയ്യും, പിന്നെ ഒരു സുപ്രഭാതത്തിൽ EXYNOSൻ്റെ ട്രെയിലർ അങ്ങ് വരും, EXYNOS 2200 ട്രെയിലർ അങ്ങ് വരും. സോ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഈയിടെ ഞാനൊരു ലിസ്റ്റ് കണ്ടു. ആ ലിസ്റ്റിൽ അതായത് ഇന്ത്യയിലൊക്കെ മറ്റേ സ്നാപ്ഡ്രാഗൺ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ ഐ ആം നോട്ട് ഷുവർ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഷുവർ ആണ്, ഈ ചാനലിൽ എപ്പോഴും നല്ല ടെക് വീഡിയോസ് ആണ് വരുന്നത്. സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ്. സോ അതൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ടോ? അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എല്ലാ രീതിയിലുള്ള ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്ലാസ് ബാക്ക് ഉണ്ട്, നമ്മുടെ ഈ ബാക്ക്, മെറ്റൽ ബാക്ക് എല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്കങ്ങനെ ഐ ഡോണ്ട് മൈൻഡ്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചീപ്പ് ഫീൽ ഒന്നും കിട്ടുന്നില്ല. അത്യാവശ്യം പ്രീമിയം ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ചെറിയ രീതിയിൽ മിൻസ് ഉണ്ട് കേട്ടോ, ഒരു മിൻസ് ഉള്ള ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോ കയ്യിൽ നിന്ന് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് നോക്കിക്കോ. ഫ്രെയിം കംപ്ലീറ്റ്ലി മെറ്റലാണ്, തിൻ ഫോണാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്റ്റ് ഫാക്ടറൊക്കെ ഉണ്ട്. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ
നിങ്ങൾക്ക് ഗ്ലാസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ മറ്റ് ബ്രാൻഡുകൾ ഗ്ലാസ് ആണ് മെയിൻലി തരുന്നത്. സാംസങ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ പ്ലാസ്റ്റിക് തരുന്ന സംഭവം. ബാക്കി എല്ലാ ബ്രാൻഡുകൾ ഗ്ലാസ് തരുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ ആ ഒരു ഗ്ലാസിൻ്റെ ബാക്കിന് വേണ്ടി മറ്റേ ഫോൺ വാങ്ങിച്ചിട്ട് അതിൽ പിന്നെ കവർ ഇട്ട് നടക്കരുത്. കാരണം കവർ ഇട്ടതിന് ശേഷം പിന്നെ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ, പ്ലാസ്റ്റിക് ആണോ ഗ്ലാസ് ആണോ, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളാണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ താഴെ കമൻറ്റ് ബോക്സിൽ അവരുടെ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കിഡിലൻ ഡിസ്പ്ലേ ആണ്, ഒരു ഡൗട്ടും വേണ്ട. കളറൊക്കെ സൂപ്പറാണ്. ഓക്കെ, അടിപൊളി ഡിസ്പ്ലേ ആണ്. ഞാൻ ഇതിൻ്റെ അകത്താണ് പുഷ്പ കണ്ടത്. ഓക്കെ, സോ പുഷ്പ ഒരു കളർഫുൾ സിനിമയാണ്. കംപ്ലീറ്റ് കളറിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ നെറ്റ്ഫ്ലിക്സിൽ വരെ നിങ്ങൾക്ക് HDR കണ്ടൻറ്റ് കാണാൻ കഴിയും. ഓക്കെ, സോ അതും വലിയ പ്ലസ് പോയിൻ്റ് ആണ്. സോ നല്ല ഡിസ്പ്ലേ ആണ്. നോർമലി സാംസങ് ഫോൺസിൻ്റെ ഡിസ്പ്ലേ കിടലായിരിക്കും. ഇതും നല്ല ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ആ കളേഴ്സും ഡീപ് ബ്ലാക്സും കോൺട്രാസ്റ്റ് ഒക്കെ നല്ലതാണ്. നെക്സ്റ്റ് ചോദ്യമാണ്, ഈ ഫോൺ വാങ്ങണോ അതോ OnePlus 9 RT വാങ്ങണോ? ഇറ്റ് ഡിപ്പെൻഡ്സ്. നിങ്ങളുടെ ആവശ്യം എന്താണ് അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ, സോ നിങ്ങളുടെ ആവശ്യം ഞാൻ ഒന്നുകൂടെ പറയാം, ഗെയിമിംഗ് ആണെങ്കിൽ, കാരണം അതിൽ Qualcomm Snapdragon 888 വരുന്നുണ്ട്. 888ഉം പെർഫെക്റ്റ് ചിപ്സെറ്റ് ഒന്നും അല്ല കേട്ടോ. 888ലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ Snapdragon 888 ആയിരിക്കും ബെസ്റ്റ്. അതായത് പീക്ക് പെർഫോമൻസ്, നോർമൽ പെർഫോമൻസ് രണ്ടും സെയിം ആയിരിക്കും. പീക്ക് പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര എഡിറ്റിംഗ് സംഭവമൊക്കെ ആണെങ്കിൽ 888 ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് പോയിന്റ് ആണ്, അതിൽ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാരണമാവാം അതിൽ ആ ഒരു ഗ്ലാസ് ബാക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അത് ഒരു ഭയങ്കരമായ റീസണൊന്നുമല്ല, എന്നാലും ആ ഒരു വ്യത്യാസമുണ്ട്. വേറെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി S21 FE ആയിരിക്കും ബെറ്റർ ഫോൺ. ഫീച്ചേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാലും, ക്യാമറ നോക്കിയാലും, ഡിസ്പ്ലേ നോക്കിയാലും, IP റേറ്റിംഗ് വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, NFC അവിടെയും വരുന്നുണ്ട്. സാംസങ് പേയിൻ്റെ ഫീച്ചർ ഉണ്ട്, അത് വളരെ യൂസ്ഫുൾ ആണ്. ഞാനിങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ഫീച്ചർ തന്നെയാണ് സാംസങ് പേയിൻ്റെ. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, നോക്സ് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, സാംസങ് ഡെക്സ്, സാംസങ്ങിൻ്റെ ഈക്കോ സിസ്റ്റം ഫീച്ചേഴ്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് സാംസങ്ങിൻ്റെ ഫോൺസിൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് കുറേ ഫീച്ചേഴ്സ് അവർ തരും. സോ ആ എല്ലാ ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പ്രൈസ് പോയിന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർത്താണ്. ഞാൻ ഈ ഫോൺ വിൽക്കാൻ നോക്കുമല്ല കേട്ടോ. നിങ്ങളിത് മേടിച്ചാലും ഇല്ലെങ്കിലും സാംസങ് എനിക്കൊരു പൂക്കാച്ചുളം തരാൻ പോകുന്നില്ല. നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാം പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. എനിവേ, കിഡിലൻ ക്യാമറയാണ്. അത് ഏത് കണ്ടീഷൻ ആയിക്കോട്ടെ, ലൈറ്റ്, ലോ ലൈറ്റ്, നൈറ്റ്, ഇൻഡോർ, ഔട്ട്ഡോർ, സൺ ഉണ്ടോ, സണ്ണില്ല, ഏത് കണ്ടീഷൻ ആണെങ്കിലും, ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിലും, നേച്ചർ ആണെങ്കിലും, ബിൽഡിംഗ് ആണെങ്കിലും, സ്കൈ ആണെങ്കിലും, കിഡിലൻ കളേഴ്സാണ്. നല്ല നാച്ചുറൽ കളേഴ്സാണ്. സ്റ്റിൽ ഐ പ്ലീസിങ് കളേഴ്സ് ആണ് കിട്ടുന്നത്. ഞാൻ ഒന്നോടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി നൈറ്റ് ഫോട്ടോഗ്രാഫി കിഡിലനാണ്. ഞാൻ 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. സോ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണുമല്ലോ, ഒരു ലൈവ് ഫീഡ് നമ്മൾ കാണും. അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പോരാ, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് പ്രോസസ്സായി വരുമ്പോഴാണ് ശരിക്കുള്ള ഒരു എഫക്റ്റ് നമ്മൾ കാണുന്നത്. നല്ല ക്ലാരിറ്റിയാണ്, നല്ല ഷാർപ്നെസ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോ ലൈവ് ഫീഡിലുള്ള ഫോട്ടോ ആണ്. ഇതാണ് ആഫ്റ്റർ പ്രോസസ്സിങ്. എഗെയിൻ ലൈവ് ഫീഡ് ആൻഡ് പോസ്റ്റ് പ്രോസസ്സിങ്. OnePlus 9 RT ആണെങ്കിലും S21 FE ആണെങ്കിലും ഈ രണ്ട് ഫോൺസും ഡിലേഡ് ഫോൺസ് ആണ്. എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട ഫോൺസ് ആയിരുന്നു. പക്ഷേ ചിപ്പ് ഷോർട്ടേജ് കാരണം അവരത് പോസ്റ്റ്പോൺ ചെയ്തതാണ്. എന്നിട്ടും സാംസങ് ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 തന്നിട്ടുണ്ട് വിത്ത് One UI 4.0. ലേറ്റസ്റ്റ് One UI 4.0 വിത്ത് ലേറ്റസ്റ്റ് Android 12. OnePlus 9 RTയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് വരുന്നത്. അതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ കൂടുതൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ 3 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 13, 14, 15 വരെ കിട്ടേണ്ടതാണ്. സോ ഈ ഫോണിൽ കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് OnePlus 9 RTയുടെ പ്രൈസും ലോഞ്ച് പ്രൈസും കുറവാണ്. സോ നിങ്ങൾ ഇതെല്ലാം പോയിന്റ്സ് മെഷർ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് ബാറ്ററി ബാക്കപ്പ്. ഈ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഓക്കെ, അക്സെപ്റ്റബിൾ എന്ന് പറയാൻ പറ്റും. 1 ഡേ ബാറ്ററി ബാക്കപ്പ് ആണ്. നോർമലി ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ അത്രേ കിട്ടുള്ളൂ. ബാറ്ററി കപ്പാസിറ്റി 4500 mAh ഒക്കെ ആയിരിക്കും. സോ 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യമാണ്, ഈ ഫോണാണോ ബെറ്റർ അതോ സാംസങ്ങിൻ്റെ തന്നെ സാംസങ് S20 FE 5G എഡിഷൻ, അതായത് സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റ് ഉള്ള S20 FE 5G ഫോണാണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. പ്രൈസ് നോക്കുകയാണെങ്കിൽ അത് കിഡിലൻ വാല്യൂ ഫോർ മണി ഫോണാണ് S20 FE 5G. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. ഇതിൽ 1 വർഷം കൂടുതൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ കുറച്ചും കൂടി ബെറ്റർ ആണ്. കുറച്ചും കൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എക്സാക്ട്ലി സെയിം ക്യാമറ ഹാർഡ്വെയർ ആണെങ്കിലും ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ഈ ഫോണിലാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് 40,000 രൂപയുടെ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്നൊരു ഫോണാണ് സാംസങ് ഗാലക്സി S20 FE 5G. നല്ല വാല്യൂ ഫോർ മണി ഫോണാണ്. അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് 50,000 താഴെയാണെങ്കിൽ ഇതും നല്ലൊരു ഫോണാണ് ആ പ്രൈസ് കാറ്റഗറിയിൽ. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഈസ് എ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.